ഹമാസിന്റെ പദ്ധതി ഇസ്രയേൽ തള്ളിയതോടെ ഗസയിൽ യുദ്ധം വീണ്ടും രൂക്ഷമായി എന്ന വാർത്ത വരുന്നു. ഹമാസ് നിർദ്ദേശിച്ചത് 3 ഘട്ടമായി 135 ദിവസത്തെ വെടിനിർത്തലാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലും പാലസ്തീനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ PP ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ് ഹായ് വിവരങ്ങൾ പറയൂ. SKN, യഥാർത്ഥത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയായിരുന്നു. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചതോടെ ഇസ്രായേൽ കൂടി അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇസ്രായേൽ മൗനത്തിലാണ്. ഇസ്രായേൽ എന്ത് തീരുമാനിക്കുമെന്നറിയില്ല. ഇതാ ഇസ്രായേലിൻ്റെ തീരുമാനം ഈ മണിക്കൂറുകളിൽ വന്നിരിക്കുന്നു. ഹമാസിൻ്റെ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരിക്കുന്നു. അതോടെ യുദ്ധം വീണ്ടും രൂക്ഷമായി എന്ന് മാത്രമല്ല, ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള ഗസയിലെ നഗരമായിട്ടുള്ള റഫയിൽ ആക്രമണം നടന്നു. അവിടെ നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട്. 100ഓളം പേർ കൊല്ലപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. മരണസംഖ്യ 27,700-ന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് യുദ്ധം തീരുന്ന ലക്ഷണമില്ല. പക്ഷേ ആകെയുള്ള പ്രതീക്ഷ SKN, ആന്റണി ബ്ലിങ്കൻ അവിടെ പാലസ്തീനിലെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായിട്ട് സംസാരിച്ച ശേഷം അദ്ദേഹം ഇസ്രായേലിലെത്തിയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ആദ്യഘട്ട ചർച്ച നടത്തി. അദ്ദേഹം വലിയ രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ പദ്ധതി അംഗീകരിക്കാം. പക്ഷേ ഹമാസിൻ്റെ പദ്ധതി ഇത്തിരി സ്ട്രോങ് ആണ്. കാരണം 135 ദിവസത്തെ വെടിനിർത്തലാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 4.5 മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടം 45 ദിവസം. ആ 45 ദിവസത്തിൽ വനിതകളും കുട്ടികളും അടങ്ങിയിട്ടുള്ള ബന്ദികളെ വിട്ടയക്കാം. പകരം പാലസ്തീൻ ജയിലുകളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കണം. രണ്ടാമത്തെ ഘട്ടത്തിൽ പുരുഷന്മാരായിട്ടുള്ള ബന്ദികളെയും അപ്പുറത്തെ പാലസ്തീൻ തടവുകാരെയും വിട്ടയക്കാൻ ഇസ്രായേൽ സേന പൂർണ്ണമായിട്ട് ഗസയിൽ നിന്ന് പിന്മാറണം. മൂന്നാം ഘട്ടത്തിൽ ഇപ്പോൾ വെടിയേറ്റ് മരിച്ചവരും 2 രാജ്യങ്ങളുടെയും കൈവശമുള്ള ഭൗതിക ശരീരങ്ങൾ വിട്ടുകൊടുക്കണം തുടങ്ങിയിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന SKN, എന്ത് വില കൊടുത്തും ഹമാസിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താതെ ഞങ്ങൾ പിൻവാങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇപ്പോഴൊരു സാധ്യതയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ അല്പം കൂടി ചർച്ച നടത്തിയാൽ ഒരുപക്ഷെ ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. എന്നാലും പാലസ്തീനിലും ഇസ്രായേലുമായിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഓക്കെ, യുക്രൈൻ തലസ്ഥാനമായ കീവടക്കം നിരവധി നഗരങ്ങളിൽ റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി എന്ന വാർത്തകൾ വരുന്നു. 5 പേർ മരിച്ചതായി വിവരമുണ്ട്. റഷ്യ തൊടുത്ത 64 മിസൈലുകളിൽ 44 യുക്രൈൻ സേന തകർത്തുവെന്നും അവകാശവാദം ഉയരുന്നുണ്ട്. PP ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. PP ജെയിംസ്, യുക്രൈനിലേക്ക്. SKN, ഈ യുക്രൈനിൽ വീണ്ടും യുദ്ധം ശക്തമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല, റഷ്യക്ക് ഉക്രൈൻ്റെ സേന നടത്തിയ ആക്രമണത്തിൽ 30 പേർ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് തിരിച്ചടിയായി റഷ്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യൻ സേന. മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുണ്ട്. ഉക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിൽ, മൈക്കിലോവിൽ, അതുപോലെ തന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ സാധാരണ ആക്രമിക്കാറില്ല, ലിവ് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഡ്രോണും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. കീവിൽ മാത്രം 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധം വീണ്ടും ശക്തമാവുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് SKN കാണുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 5ാം തവണ പ്രസിഡന്റായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടീഷുകാരും യൂറോപ്യൻ യൂണിയനൊക്കെ കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും അതൊന്നും എത്തിയിട്ടില്ല ഉക്രൈന്. അതേസമയം അമേരിക്കയുടെ കോൺഗ്രസ് മറ്റേ സേന തലത്തിലുള്ള സഹായങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉക്രൈന് ക്ഷീണമുണ്ട്. ഉക്രൈൻ്റെ സേനാ തലവനെ മാറ്റാൻ പോകുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വാർത്തയായിട്ട് വരുന്നത്. വലേറി എന്ന തലവനെ അദ്ദേഹം പറയുന്നത് 64 മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചതിൽ 44 എണ്ണം തകർത്ത് കളഞ്ഞു എന്നാണ്. എന്തായാലും ഉക്രൈൻ യുദ്ധം ശക്തമാവുകയാണ്. SKN, അനിൽ മുത്തേരി പറഞ്ഞു, ജെയിംസ് ചേട്ടൻ്റെ വാർത്താ വായനയേക്കാൾ രസം കൈകൊണ്ടുള്ള കസർത്താണെന്ന് പറഞ്ഞു. ജെയിംസ് ഇങ്ങനെ യുദ്ധങ്ങളെല്ലാം ഇങ്ങനെ കയ്യിൽ ഒതുക്കുകയല്ലേ ജെയിംസ്? അതുകൊണ്ട് തീർന്നില്ല. സജി മാങ്കോട് പറഞ്ഞു, PP അണ്ണൻ ഏത് സ്പ്രേ അടിച്ചത്, അതിൻ്റെ മണം ഇങ്ങനെ മാങ്കോട് വരെ കിട്ടിയല്ലോ എന്ന്. അത് കൊള്ളാം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ സുഗന്ധം ഉണ്ടല്ലോ SKN. ഓക്കെ, പിന്നെ ആ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുക യുദ്ധത്തിന്റെ സുഗന്ധം അല്ലേ? ഓക്കെ, PP ജെയിംസ്, താങ്ക് യു.